Hi guys, welcome back to my channel. I hope everyone is doing well. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വ്ളോഗിലെ കുക്കിംഗ് റെസിപ്പി ഇഞ്ചിപ്പുളി. ഒരു പാലക്കാട് സ്പെഷ്യൽ ഇഞ്ചിപ്പുളിയാണ്. അപ്പോൾ അതൊരു വെറൈറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ആയിട്ട് വന്നത്. ഇഞ്ചിപ്പുളി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്, എല്ലാവരും ആഗ്രഹിക്കുന്നതുമാണ് അല്ലേ. അപ്പം അത് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന സദ്യ കാണുമ്പോൾ മെയിൻ ഇഞ്ചിപ്പുളി വെക്കാറുണ്ട്. നമ്മൾ അതുമല്ല കല്യാണങ്ങളിലും എല്ലാ സദ്യയിലും ഇഞ്ചി മെയിനാണ്. അതുപോലെ തന്നെ വീട്ടിലെന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പായസം കഴിക്കുമ്പോഴല്ലോ മടുപ്പ് തോന്നുമ്പോൾ കുറച്ച് ഇഞ്ചി, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ട് കുറച്ച് പായസം കുടിക്കുക, കുറച്ച് ഇഞ്ചി എടുത്ത് കഴിക്കുക, പിന്നെ പായസം. അപ്പം ഉണ്ടല്ലോ നമുക്ക് ഈ പായസം കഴിക്കുന്നത് മടുക്കത്തില്ല. അതൊരു ഒരു കാര്യമുണ്ട് കേട്ടോ. അതെൻ്റെ ഒരു അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മധുരമൊന്നും അത്ര ഇഷ്ടമല്ല, പക്ഷെ കുറച്ച് കഴിക്കാനും നമുക്ക് മടുപ്പ് തോന്നുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ ഇത് കഴിച്ചാൽ. അപ്പം ഞാൻ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചിയിൽ നിന്ന് പല ഗുണങ്ങൾ, നല്ല ബെനിഫിറ്റാണ് ഇഞ്ചിയിൽ നിന്നുണ്ട്. അത് നമ്മൾക്ക് മെയിൻ പറയുന്നത് ഡൈജഷൻ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആസിഡിറ്റിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടായില്ല, ഗ്യാസ് ട്രബിൾ അതൊക്കെ ഉള്ള അതിനും ഇഞ്ചി ഏറ്റവും നല്ലതാണ്. പിന്നെ ഷുഗർ കൺട്രോളിന് നല്ലതാണ്. അതുപോലെ ബ്ലഡ് സർക്കുലേഷന്, ഇതെല്ലാം ഇഞ്ചിയിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളാണ്. ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് ഡൈജഷനാണ്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇപ്പോൾ വെളിയിലൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ ഔട്ടിങ്ങിലൊക്കെ പോയി കഴിച്ചിട്ട് നമുക്ക് വൈകിട്ട് കിടക്കുമ്പോൾ സമയത്ത് അയ്യോ ഒരു ഭയങ്കര അസ്വസ്ഥത, ഡൈജഷനൊന്നും ആകുന്നില്ല, അങ്ങനത്തെ ഉള്ളൊരു ഫീൽ ഇട്ട് നിങ്ങൾ ജസ്റ്റ് ബിഫോർ സ്ലീപ്പിംഗ് ടീ മേക്ക് ചെയ്തിട്ട് അതിൽ ജിഞ്ചർ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചതച്ചിട്ട് ഇട്ടിട്ട് കുടിച്ചാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും നല്ല റിലീഫായിരിക്കും. ഇത് എൻ്റെ അനുഭവത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ജിഞ്ചറിൽ നിന്ന് നല്ല ബെനിഫിറ്റാണ്, അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കറിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആഹാരമെല്ലാം കഴിക്കുമ്പോൾ തന്നെ മടുപ്പ് തോന്നിയാലും, അതുപോലെ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ശരി, നമ്മൾ ജസ്റ്റ് ഇഞ്ചി എടുത്തിട്ട് കഴിക്കുന്ന ഫുഡ് അത് ഭയങ്കര ഒരു ഡൈജഷൻ ഫീലാണ്. നല്ല ആഹാരം എത്ര വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും, കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും നല്ല ഉള്ളതാണ് ഇഞ്ചി എന്ന് പറയുന്നത്, ജിഞ്ചർ. നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതിന് മുമ്പ് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ന്യൂ വ്യൂവേഴ്സ് ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. അപ്പം നമ്മുടെ ഇഞ്ചിക്കറിക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇഞ്ചി. അപ്പോൾ ഇതേ അളവിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക്, പുളി, ഉലുവ ആൻഡ് ശർക്കര, ഇത്രയാണ് വേണ്ടത്. അപ്പം ഇഞ്ചി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഈ അളവിൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണം, നിങ്ങൾക്ക് എത്ര വെക്കണം, അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ ഇഞ്ചി എടുത്തോളൂ. അളവെന്ന് പറയുന്നത് 100 ഗ്രാം ഇഞ്ചിക്ക് 10 ചെറിയ പച്ചമുളക് ഉണ്ടല്ലോ, അതാണ് കണക്ക്. പിന്നെ പുളി നല്ല ഇഞ്ചി പുളിയാണെന്ന് പറയുന്നത്. അപ്പം ഈ പുളി നല്ലപോലെ വേണത്തിൽ വലിപ്പത്തിൽ. ഇപ്പം ഞാൻ എൻ്റെ 2 ലെമണിൻ്റെ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഉലുവ എന്ത് ചെയ്യണം പറഞ്ഞാൽ ഇതിനെ നമ്മൾ വറുത്ത് പൊടിക്കണം, ഉലുവ. പിന്നെ ഇത് ശർക്കര അറിയാലോ, ബെല്ലം. നമ്മളെ ബെല്ലം എന്നാ പറയുക പാലക്കാട്ടിലൊക്കെ. അപ്പം നിങ്ങൾ ശർക്കര എന്നായിരിക്കും അല്ലേ പറയുന്നത്. അപ്പം അതും വേണം. അതാ ഇഞ്ചിപ്പുളിയിൽ അത് ഇടാൻ വേണ്ടിയിട്ടാണ്. നല്ല പുളിപ്പല്ലേ, അപ്പം ഇതിൻ്റെ സ്വീറ്റും കൂടി കണ്ട് അത് മിക്സ് ആകുമ്പോൾ അത് നല്ല ടേസ്റ്റി ആയിരിക്കും. അതിനാണ് ആ ഇഞ്ചി ഞാൻ അരിഞ്ഞു വെച്ചതാണ് ഇത് അതാണ്. അപ്പം പിന്നെ ഇത് പച്ചമുളക് ഞാൻ അരിഞ്ഞു ചെറുതായി അരിഞ്ഞിട്ടുണ്ട് 2. പിന്നെ പുളി ഞാൻ പിഴിഞ്ഞ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ശർക്കര, ഇത് ഉലുവ വറുത്ത് പൊടിച്ചു. ഇത്രയും. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാനൊരു 5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഇത് വേണ്ടത് കറിവേപ്പിലയാണ്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല, അത് കാരണം നമുക്ക് കറിവേപ്പില ഞാനിതിൽ ഇടുന്നില്ല. നിങ്ങൾ ഇടണേ എന്തായാലും. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ കറിവേപ്പില കിട്ടുകയാണെങ്കിൽ ഇടുന്നത് നന്നായിരിക്കും. അതിൽ ഇമ്പോർട്ടൻ്റ് ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കറിവേപ്പില. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിൽ ഇഞ്ചി ഇട്ട് കൊടുക്കാവുന്നതാണ്. എണ്ണയിൽ കടുകും കറിവേപ്പിലിൻ്റെ മാത്രം ആവശ്യമുള്ളൂ. ഇനി അങ്ങനെ ഡയറക്റ്റ് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാവുന്നതാണ്. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ. ഇഞ്ചി ഒന്ന് നല്ലപോലെ ഇളക്കി ഇതൊന്ന് പാകമാകട്ടെ. ഒരു
ഇതിൻ്റെ പച്ച മണമെല്ലാം ഒന്ന് പോയി എന്താ പറയുക ഇഞ്ചി മൂത്ത് കിട്ടട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. അപ്പോഴത്തേക്ക് ഒരു കളറെല്ലാം ഒന്ന് ലൈറ്റായിട്ടൊരു കളറെല്ലാം ഒന്ന് മാറട്ടെ. ഇഞ്ചിയുടെ ലൈറ്റായിട്ട് കളറെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. ഒന്ന് അപ്പോൾ ഇനി നമുക്കിതിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നാണ്. മിക്സ് ചെയ്യാം. ഇഞ്ചിപ്പുളിക്കുന്ന മുളക് പച്ചമുളക് നിർബന്ധം നല്ലപോലെ വേണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റെല്ലാം നല്ലപോലെ അറിയുള്ളൂ. നല്ല ചുടുപ്പൊക്കെ കിട്ടണമെങ്കിൽ മുളകെല്ലാം നല്ലപോലെ വേണം. അതാണ് ഞാൻ പറഞ്ഞത്. എത്രയോ 10 മുളക് എടുത്തിട്ടുണ്ട്. ചെറിയ മുളകാണ് ആണെങ്കിൽ അങ്ങനെ എടുക്കണം. ചെറുതായി അരിഞ്ഞിട്ട് ഒപ്പത്തിനൊപ്പം ഇടണം. അങ്ങനെയാണ് ഇത് ഇഞ്ചിക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ വേകട്ടെ. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ സ്പൈസി എല്ലാം തിരി കമ്മി ചെയ്യാവുന്നതാണ്. പക്ഷെ ഇഞ്ചിക്കറി എന്ന് പറയുന്നത് സ്പൈസി ഉണ്ടാകും. പക്ഷെ ഇഞ്ചിക്ക് ഒപ്പം മുളകിട്ടാലൊക്കെയാണ് പുളിയൊക്കെ വേണം നല്ലപോലെ. എന്നാലാണ് അത് നല്ല ഒരു ചുടുപ്പിൽ കിട്ടത്തുള്ളൂ. ഇപ്പം ഇത് ഞങ്ങൾക്കൊക്കെ മൂടി വയ്ക്കാവേ. ഇതിപ്പോൾ ഇഞ്ചി നമുക്ക് വേകുന്ന നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പൊഴിഞ്ഞ വെള്ളത്തിലേക്ക് മസാല ഇട്ട് കൊടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് ചില്ലി പൗഡർ, അപ്പോൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 1 ടീസ്പൂൺ മുളക് പൊടി എന്നാണ് വേണ്ടത്. പക്ഷേ അതിൻ്റെ അപ്പുറം ഇടല്ലേ കേട്ടോ. എന്തായാലും ആൾറെഡി നമ്മളതിൽ പച്ചമുളക് ഒത്തിരി ഇട്ടിട്ടുണ്ട് അല്ലേ. 1 ടീസ്പൂണാണ് കണക്ക് ഇടാൻ നമ്മൾ. പക്ഷെ നിങ്ങൾക്ക് സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ അത്ര വേണമെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. അല്ലെങ്കിൽ അധികം വേണ്ടാത്തുള്ളവർക്ക് 1/2 ടീസ്പൂൺ ഇട്ടാലും മതി. അപ്പം ഞാൻ ഇടുന്നത് 1/2 ടീസ്പൂണാണ് ഇടുന്നുള്ളൂ. എനിക്ക് അത്ര സ്പൈസി വേണ്ട, ആൾറെഡി മുളക് അതിലുണ്ട്. ഓക്കെ, 1/2 ടീസ്പൂൺ ഇട്ട്. ഇനി വേണ്ടത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി എന്ന് പറയുന്നത് അധികം പാടില്ല. ഇഞ്ചിക്കറിക്ക് മല്ലിപ്പൊടി അധികം ഇടാൻ പാടില്ല. എന്നാലും ഒരു 1/2 ടീസ്പൂൺ ഇടാം. മുളക് പൊടിൻ്റെ സെയിം അളവിൽ. അപ്പം നിങ്ങളിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി എടുക്കുകയാണെങ്കിലും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്താൽ മതി. അതൊരിക്കലും ക്വാണ്ടിറ്റി കൂട്ടല്ലേ, അത് കുറച്ചിടാൻ പാടുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഓക്കെ, 3 സെയിം അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉപ്പിട്ട് കൊടുക്കാമെന്നാണ്. സാൾട്ട് നിങ്ങളുടെ അത് അങ്ങനെ അറിയാമല്ലോ നമ്മൾക്ക് അല്ലേ, എത്ര വേണമെന്നുള്ള അതേ അളവിൽ നിങ്ങൾ എടുത്തോളൂ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി എങ്ങനെയുണ്ട് നോക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. കളറൊക്കെ ഇതിലിങ്ങനെ വെന്ത് കിട്ടട്ടെ. പിന്നെ ഇതിപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് എടുക്കുന്നത് മൺചട്ടിയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇഞ്ചിക്കറി വെക്കാൻ. മൺചട്ടി നല്ല ഫ്ലേവർ, നല്ല മണം. പക്ഷെ ഇത് ഓയിലിൽ തന്നെ നല്ല വില ഇത് വേണേ. നോക്കി നല്ല സോഫ്റ്റായിട്ട് നോക്കി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നോക്കി, ഇഞ്ചി പച്ചയ്ക്കാണ് ചെയ്യുന്നത്. വേറെ വറുത്ത ചിലയൊക്കെ ഉണ്ടല്ലോ, വറുത്തിട്ട് പൊടിക്കും, അല്ലെങ്കിൽ നല്ല അടിച്ചെടുക്കും എന്നിട്ട് വെക്കും, അങ്ങനെയൊക്കെ പല ടൈപ്പ് ഉണ്ട് ഇല്ല. ഇത് അങ്ങനെയില്ല. ഇത് പാലക്കാട് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇങ്ങനെ പച്ചയ്ക്ക് വെക്കുന്നു. ഇത് ഇത്ര മതിയേ, ബ്രൗൺ കളർ ആകാൻ പാടില്ല. സ്ലൈറ്റ്ലി ബ്രൗൺ ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഇഞ്ചിൻ്റെ കളറും അതേപോലെ ഉണ്ട്. സ്ലൈറ്റ്ലി ആയാൽ മതി, അധികം ആകാൻ പാടില്ല. അപ്പോൾ നല്ലപോലെ വെന്തിട്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഈ പുളി ഒഴിച്ച് വെച്ച് മസാല ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി വെള്ളം നിറയെ മീനും വേണം, കാണിച്ചല്ലോ അത്രയ്ക്ക് വേണം പുളി. എന്താന്ന് പറഞ്ഞാൽ ഇഞ്ചി പുളിയാണ്. അപ്പോൾ ഇത് ഇനി ഇങ്ങനെ നല്ലപോലെ വറ്റണം. അതിൽ തിളച്ച് നല്ലപോലെ വറ്റണം. അപ്പം അത്രയും ഇതിൽ ഇനി ഇഞ്ചി ഇതിൽ കൂടെ ഈ വെള്ളത്തിൽ കൂടെ വെന്ത് കിട്ടും. ആ വേവും ഉണ്ട്. അപ്പോൾ പിന്നെ ഇനി നമ്മൾക്കിതിൽ ഉപ്പെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ച് വേകട്ടെ. ഓക്കെ, അപ്പം ഇനി എന്ത് ചെയ്യാം, നമ്മൾക്കിപ്പോൾ ഇതുണ്ട് വെല്ലം ഇട്ട് കൊടുക്കാം. വെല്ലം മീനി ശർക്കര. ഞാൻ 2 പീസ് എടുത്തുന്നത് നല്ല സ്പൈസി അല്ല. അപ്പം ഇത് കിട്ടാലാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം.
പിന്നെ മധുരമല്ല ഇതിൽ അങ്ങനെ അലിയൊക്കെ അല്ലേ. അപ്പം ഇനി കുറച്ചും കൂടി ഇരിക്കട്ടെ, നിയർലി ഫിനിഷ് ആകാനായിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, നല്ലപോലെ ഇതാ വറ്റിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ്ങിൽ ഇഞ്ചി പുളിയൊക്കെ വെച്ച് വെക്കില്ല, അപ്പോൾ ഫ്ലെയിം ഹൈ ആക്കണേ. പിന്നെ അതിന് ശേഷം മീഡിയം ആകുമ്പോൾ വറ്റിയിട്ട് കമ്മി വരുമ്പോൾ ഫ്ലെയിം മീഡിയം ആക്കണം. പിന്നെ ഇത് ഈ ലെവലിലാക്കുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. അപ്പം അങ്ങനെ ഹീറ്റ് അതിനനുസരിച്ച് ചെയ്യണേ. ഇതൊക്കെ നല്ല. ഇനി എന്ത് ചെയ്യണം പറഞ്ഞാൽ, ഇനിയിപ്പോൾ ഇതിപ്പോൾ മൺചട്ടിയെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ചൂട് നിൽക്കും അല്ലേ. അപ്പോൾ ഇനിയും ഇങ്ങനെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും ഇതിൽ ഇങ്ങനെ തിളച്ചിട്ടിരിക്കും. അപ്പോൾ ഇനിയും വറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഇതിന് മുമ്പ് എന്ത് ചെയ്യണം, നമ്മളെ ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, വറുത്ത് പൊടിച്ച് വെച്ചത്, അത് ഇതിലേക്ക് ഇടാമെന്നാണ്. ഈ ഉലുവപ്പൊടി ഇട്ടാൽ പിന്നെ നമുക്ക് സ്റ്റവ് കത്താൻ പാടില്ല. ഓഫ് ചെയ്തിട്ട് വേണം ഈ ഉലുവപ്പൊടി ഇടാൻ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഓഫ് ചെയ്യണേ. ലാസ്റ്റ് എല്ലാം ഫിനിഷായി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഈ ഉലുവപ്പൊടി ഇടാൻ. എന്നിട്ട് പിന്നെ അങ്ങനെ മൂടി വെക്കാവുന്നതാണത്. പിന്നെ അതിലങ്ങനെ ചൂടിൽ അത് വറ്റട്ടെ. നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇത് 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. നല്ല മണം, ഇഞ്ചിയുടെ ഫ്ലേവർ. നമ്മൾ പറയുന്നില്ലേ, ഇഞ്ചി കൂട്ടിയ കൈ കടിക്കുന്നു പറയുന്നില്ല അല്ലേ സദ്യയിലേക്കൊക്കെ. അതേപോലെ നല്ലൊരു സദ്യൻ്റെ മണം വരുന്നുണ്ട്. സദ്യ കഴിക്കുമ്പോഴൊക്കെ കറിയിൽ ഇഞ്ചി കിട്ടുന്നതൊക്കെ അല്ലേ വലിയ കാര്യമാണ് അല്ലേ. അതേപോലെയുള്ളൊരു ഫീൽ വരുന്നുണ്ട്. ഓഫ് ചെയ്തിട്ടും തളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതങ്ങനെ ഇരുന്നോട്ടെ. നോക്കിക്കോളൂ, ഇപ്പോൾ നല്ല ഇഞ്ചി നല്ല വല്ല വറ്റി. നമ്മൾ എത്ര വെള്ളം വെച്ചതാണ് അല്ലേ, നോക്കിക്കേ. ഇപ്പം ഇത്ര വറ്റി ഇത് പാകത്തിന് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതാണ് പാകം. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ജിഞ്ചറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് നൽകുന്നത് ഒന്നാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. I hope everyone enjoyed this video. If you like this video, sure to like, share and subscribe. Okay, bye bye.